ഡിയർ സ്റ്റുഡൻസ്, ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ആണ്. രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്കൊക്കെയാണ് ഒരു രജിസ്റ്റർ ചെയ്ത GST രജിസ്റ്റർ ചെയ്ത് ക്യാൻസൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് 3 കേസിലാണ് അത് ക്യാൻസൽ ചെയ്യുന്നത്. അതിൻ്റെ കാരണങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. 3 ആളുകൾക്കാണ് GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റുക. അതിലൊന്ന്, ആരാണോ GST രജിസ്റ്റർ ചെയ്തത് അയാൾക്ക്. ഇപ്പോൾ ഒരു ബിസിനസ് എന്ത് ചെയ്തു, GST രജിസ്റ്റർ ചെയ്തു. ആ ബിസിനസ്സിന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റും. മറ്റൊരു കേസ് എന്ന് പറയുന്നത് GST ഓഫീസറാണ്. GST ഓഫീസർക്ക് തോന്നുകയാണ് ഇയാൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല, ഇയാൾ രജിസ്റ്റർ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇയാൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ല ചെയ്യുന്നത് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അയാൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അയാളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. അതും അല്ലെങ്കിൽ ലീഗൽ ഹയേഴ്സ് ഓഫ് രജിസ്റ്റേർഡ് പേഴ്സൺ, അതാണ് 3ാമത്തെ ആൾ. ലീഗൽ ഹയേഴ്സ് ഓഫ് രജിസ്റ്റേർഡ് പേഴ്സൺ, അതായത് രജിസ്റ്റേർഡ് പേഴ്സണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ വ്യക്തി എന്ത് ചെയ്യൂ, മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ അനന്തരാവകാശികൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ 3 ആളുകൾക്കാണ് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റുക. ഒന്നാമത്തത് ആ വ്യക്തിക്ക് തന്നെ, രജിസ്റ്റർ ചെയ്ത വ്യക്തിക്ക്. രണ്ടാമത്തത് GST ഓഫീസർക്ക്. മൂന്നാമത്തത് ലീഗൽ ഹയേഴ്സ് ഓഫ് രജിസ്റ്റേർഡ് പേഴ്സൺ. അത് തന്നെയാണ് അതിൻ്റെ മീനിങ്ങും, അത് തന്നെയാണ് ഏതൊക്കെ പാർട്ടീസും ഒക്കെ പറയുന്നത്. പിന്നെ ഇതിൽ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ കുറച്ച് വിപുലമായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, പരീക്ഷയ്ക്ക് എഴുതേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്തുകൂടി പഠിക്കണം, എന്തിനു വേണ്ടിയിട്ടാണ് ഈ രജിസ്റ്റേർഡ് പേഴ്സൺ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് GST ഓഫീസർ ക്യാൻസൽ ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ലീഗൽ ഹെയേഴ്സ് ഈ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നത് എന്നും നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ കാരണങ്ങളും പഠിക്കണം. അപ്പോൾ സംഗതി ഇത്രയേ ഉള്ളൂ. നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള GST രജിസ്റ്റർ ചെയ്തു അല്ലേ, രജിസ്റ്റർ ചെയ്യേണ്ട ആർക്കാണ്, ത്രെഷോൾഡ് ലിമിറ്റിനേക്കാൾ മുകളിലുള്ള അഗ്രിഗേറ്റഡ് ടേൺ ഓവറുള്ള ആളുകൾക്കാണ്. ശരിയല്ലേ? അതായത് സാധാരണ കേസിലാണെങ്കിൽ 40 ലക്ഷത്തേക്കാൾ കൂടുതൽ ഒരു വർഷത്തിൽ അഗ്രിഗേറ്റഡ് ടേൺ ഓവർ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, GST രജിസ്റ്റർ ചെയ്യണം. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിലാണെങ്കിൽ അത് 20 ലക്ഷം ഉണ്ട്, 10 ലാക്ക് ഉണ്ട്. സർവീസ് ആണെങ്കിൽ 20 ലക്ഷം 10 ലാക്കും വേറെ വരുന്നുണ്ട്. അപ്പോൾ ആ രജിസ്റ്റർ ചെയ്ത സംഗതി ക്യാൻസൽ ചെയ്യാം. അതിൽ 3 ആളുകൾക്കാണ് ക്യാൻസൽ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ. ദ പ്രോപ്പർ ഓഫീസർ മേ എയ്തർ ഓൺ ഹിസ് ഓൺ മോഷൻ. ഒന്നാമത്തെന്താണ്, എയ്തർ ഓൺ ഹിസ് ഓൺ മോഷൻ, അതായത് GST ഓഫീസർക്ക് അയാളുടെ സ്വന്തം താല്പര്യപ്രകാരം, ഓർ ഓൺ അപ്ലിക്കേഷൻ ഫയൽഡ് ബൈ ദി രജിസ്റ്റേർഡ് പേഴ്സൺ. രജിസ്റ്റർ ചെയ്ത വ്യക്തി തന്നെ അദ്ദേഹത്തിൻ്റെ രജിസ്റ്റർ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലോ, രജിസ്റ്റർ ചെയ്ത വ്യക്തി തന്നെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിലോ, ഓർ ബൈ ഹിസ് ലീഗൽ ഹയേഴ്സ് ഇൻ കേസ് ഓഫ് ഡെത്ത് ഓഫ് സച്ച് പേഴ്സൺ. രജിസ്റ്റർ ചെയ്ത വ്യക്തി മരണപ്പെട്ടു, ഇനി അയാളെ ലീഗൽ ഹയേഴ്സ് അനന്തരാവകാശികൾ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞൊരു അപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിലോ. അപ്പോൾ 3 കേസിൽ, ഒന്നെങ്കിൽ GST ഓഫീസറുടെ സ്വന്തം മോഷനിൽ, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സൻ്റെ ആപ്ലിക്കേഷനിൽ, അല്ലെങ്കിൽ ലീഗൽ ഹയേഴ്സ് ഓഫ് രജിസ്റ്റേർഡ് പേഴ്സൻ്റെ ആപ്ലിക്കേഷൻസിൽ ക്യാൻസൽ ദി രജിസ്ട്രേഷൻ ഇൻ സച്ച് മാനർ വിത്തിൻ ദി സച്ച് പീരീഡ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. എത്ര കാലത്തിനുള്ളിലാണോ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യേണ്ടതെന്നുള്ള ഡേറ്റ് ഉണ്ടാവും അല്ലേ, പ്രിസ്ക്രൈബ്ഡ് ഡേറ്റ് ഉണ്ടാവും. ആ പീരീഡിനുള്ളിൽ എന്ത് ചെയ്യും, GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യും. ആരോ ക്യാൻസൽ ചെയ്യുക, GST ഓഫീസർ. 3 തരത്തിലാണ് അവിടെ വരിക. ഒന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം, അതല്ലാന്നുണ്ടെങ്കിൽ ലീഗൽ ഹയേഴ്സ്, അതല്ലാന്നുണ്ടെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സൺ. ഓക്കെ, എന്നിട്ട് പറയാണ്, ദ ഫോളോയിങ് പേഴ്സൺസ് ആർ അലൗഡ് ടു ക്യാൻസൽ GST രജിസ്ട്രേഷൻ. താഴെ പറയുന്ന 3 വ്യക്തികളുണ്ട്, അവർക്ക് മാത്രമേ GST രജിസ്റ്റർ ചെയ്തത് ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. അതേതാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ആളുകൾ തന്നെയാണ്. ഒന്നാമത്തത് രജിസ്റ്റേർഡ് പേഴ്സൺ ഹിംസെൽഫ്, രജിസ്റ്റർ ചെയ്ത വ്യക്തിക്ക് അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. രണ്ടാമത് ബൈ GST ഓഫീസർ, GST ഓഫീസർക്ക് ക്യാൻസൽ ചെയ്യാം. മൂന്നാമത് ലീഗൽ ഹയേഴ്സ് ഓഫ് രജിസ്റ്റേർഡ് പേഴ്സൻ്റെ അനന്തരാവകാശികൾക്കും ക്യാൻസൽ ചെയ്യാം. ആ 3 വ്യക്തികൾ തന്നെ, രജിസ്റ്റേർഡ് പേഴ്സണ്, ലീഗൽ ഹയേഴ്സ്, GST ഓഫീസർ. ഇനി നമ്മൾ ഇത് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് രജിസ്റ്റേർഡ് പേഴ്സൺ ഈ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നത്,
ഒരു 4 കാരണങ്ങൾ പറയുന്നുണ്ട്. 4 കാരണത്താലാണ് GST രജിസ്റ്റർ ചെയ്ത വ്യക്തി അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നത്. അത് നമ്മൾ പഠിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം അത് നോക്കുന്നത് ക്യാൻസലേഷൻ ഓഫ് രജിസ്റ്റേർഡ് പേഴ്സൺ ഇൻസെൽഫ്. ക്യാൻസലേഷൻ ഓഫ് രജിസ്റ്റേർഡ് പേഴ്സൺ ഇൻസെൽഫ്, രജിസ്റ്റർ ചെയ്ത വ്യക്തി അയാൾ തന്നെ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നത് ആണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സെക്ഷൻ 29 സബ്സെക്ഷൻ 1 ഓഫ് GST ആക്ടിലാണ് ഇത് പറയുന്നത്, ക്യാൻസലേഷൻ ഓഫ് രജിസ്റ്റേർഡ് പേഴ്സൺ ഹിംസെൽഫ് പറയുന്നത്. നോക്ക്, രജിസ്റ്റേർഡ് പേഴ്സൺ അണ്ടർ GST ക്യാൻ ഹിംസെൽഫ് ക്യാൻസൽ ദിയർ രജിസ്ട്രേഷൻ ഇൻ വൺ ഓഫ് ദി ഫോളോയിങ് കേസസ്. ഇവിടെ 4 കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു കാരണത്താലാവാം GST രജിസ്റ്റർ ചെയ്തത് ആ വ്യക്തി തന്നെ ക്യാൻസൽ ചെയ്യുന്നത്. ആ 4 പോയിന്റ് നമ്മൾ പഠിക്കണം. അതിൽ ഒന്നാമതാണ് ബിസിനസ് ഹാസ് ബീൻ ഡിസ്കണ്ടിന്യൂഡ്. ബിസിനസ് ഹാസ് ബീൻ ഡിസ്കണ്ടിന്യൂഡ്, അതായത് ബിസിനസ് തുടർന്ന് പോവുകയായിരുന്നു, ഇപ്പോൾ നമ്മൾ ബിസിനസ് അവിടെ നിർത്തുകയാണ്, ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തുകയാണ്. ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ GST ക്യാൻസൽ ചെയ്യാം. ആരെ ക്യാൻസൽ ചെയ്യാം? ആ രജിസ്റ്റർ ചെയ്ത വ്യക്തി തന്നെ ക്യാൻസൽ ചെയ്യാം. ബിസിനസ് ഹാസ് ബീൻ ഡിസ്കണ്ടിന്യൂഡ്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് ബിസിനസ് നിർത്തിക്കഴിഞ്ഞാൽ. രണ്ടാമത്തത് ബിസിനസ് ഹാസ് ബീൻ സോൾഡ് ഓർ ട്രാൻസ്ഫേർഡ് ടു സം അതർ പാർട്ടി. ബിസിനസ് മറ്റൊരു പാർട്ടിക്ക്, മറ്റുള്ള പാർട്ടികൾക്ക് വിറ്റു, അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പം എൻ്റെ പേരിലുള്ള ഒരു ബിസിനസ്സാണ് ഞാൻ രജിസ്റ്റർ ചെയ്തിരുന്നത്, ആ ബിസിനസ് ഞാൻ വേറെ ആൾക്ക് വിറ്റു. ആ വിറ്റ് കഴിഞ്ഞാൽ എൻ്റെ പേരിലുള്ള GST രജിസ്ട്രേഷൻ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യാം. എനിക്ക് ക്യാൻസൽ ചെയ്യാം. ഇനിയോ ആ പുതിയ വ്യക്തി ഉണ്ടല്ലോ, ഞാൻ വേറെ പാർട്ടിക്കാൾ വിറ്റിട്ടുണ്ടാവുക, അവർ പുതുതായിട്ടുള്ള GST രജിസ്റ്റർ ചെയ്യാണ് വേണ്ടത്. ഞാൻ ബിക്ക് വിറ്റു, ബി എന്ത് ചെയ്യണം? അവരുടെ പേരിൽ വേറെ GST രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ എൻ്റെ പേരിൽ എന്ത് ചെയ്യണം? ഞാൻ ക്യാൻസൽ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ക്യാൻസൽ ചെയ്യാം. ബിസിനസ് മറ്റൊരാൾക്ക് വിൽക്കുകയോ അതല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്താൽ. മൂന്നാമത്തത് there is any changes in the constitution of business like partnership firm converted into private limited company and so on. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ, ബിസിനസ്സിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും മാറ്റം വരിക. അതായത് ഇപ്പോൾ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് ആയിരുന്നു, ആ പാർട്ണർഷിപ്പ് ബിസിനസ് നമ്മൾ എന്താക്കി മാറ്റി? ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആക്കി മാറ്റി. ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആയിരുന്നു, അത് നമ്മൾ പാർട്ണർഷിപ്പ് ആക്കി മാറ്റി. ഒരു കമ്പനി ആയിരുന്നു, അതിൻ്റെ പാർട്ണർഷിപ്പ്. അങ്ങനെ തിരിച്ചും മറിച്ചും നമ്മൾ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പാർട്ണർഷിപ്പിൽ അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്കി മാറ്റി, അങ്ങനത്തെ സമയത്ത് എന്ത് ചെയ്യും? ആ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യും. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും മാറ്റം വരും. അവിടെ ഉദാഹരണം പറഞ്ഞതാണ്, പാർട്ണർഷിപ്പ് ഫേം ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആക്കി മാറ്റുകയാണെങ്കിൽ അതെന്തായി? കോൺസ്റ്റിറ്റ്യൂഷൻ മാറി അല്ലേ? ഇപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയില്ലേ, എന്തല്ല? പാർട്ണർഷിപ്പ് ഫേം അല്ല. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്തു? കോൺസ്റ്റിറ്റ്യൂഷൻ മാറി. അപ്പോൾ GST രജിസ്ട്രേഷൻ ആര് തന്നെ ക്യാൻസൽ ചെയ്യും? ആ രജിസ്റ്റർ ചെയ്ത വ്യക്തി തന്നെ ക്യാൻസൽ ചെയ്യും. നാലാമത് നോക്ക്, ടേൺ ഓവർ ഈസ് നോട്ട് മോർ ദാൻ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ്. ടേൺ ഓവർ നമുക്കറിയാം 40 ലക്ഷമാണ് അല്ലേ? സാധാരണ കേസിൽ സർവീസാണ് 20 ലക്ഷമാണ്. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിൽ 20 ലക്ഷമുള്ള സ്റ്റേറ്റുകളുണ്ട്, 10 ലക്ഷത്തിൻ്റെ സ്റ്റേറ്റുകളുണ്ട്. അവിടെ ടേൺ ഓവർ അത്ര ഇല്ലെങ്കിൽ, ത്രെഷോൾഡ് ലിമിറ്റിന് താഴെയാണെങ്കിൽ, ഇപ്പോൾ ഞാനൊരു ബിസിനസ് നടത്തുന്നുണ്ട്, ഞാൻ രജിസ്റ്റർ ചെയ്തപ്പോൾ എനിക്ക് 40 ലക്ഷത്തിന് മുകളിൽ എന്തുണ്ടായിരുന്നു? അഗ്രിഗേറ്റ് ടേൺ ഓവർ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ എനിക്ക് ആ 30 ലക്ഷം ഉള്ളൂ. അപ്പോൾ പിന്നെ എന്ത് ചെയ്താൽ 30 ലക്ഷം ആയില്ലേ, കുറഞ്ഞില്ലേ അഗ്രിഗേറ്റ് ടേൺ ഓവർ. അപ്പോൾ എൻ്റെ GST രജിസ്ട്രേഷൻ എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അങ്ങനെ 4 തരത്തിലാണ് ഈ വ്യക്തിക്ക് തന്നെ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റുക. ഒന്നാമത്തത് ബിസിനസ് ഹാസ് ബീൻ ഡിസ്കണ്ടിന്യൂഡ്. രണ്ടാമത്തത് ബിസിനസ് ഹാസ് ബീൻ സോൾഡ് ഓർ ട്രാൻസ്ഫേർഡ് ടു അതർ പാർട്ടി. ദാറ്റ് അതർ പാർട്ടി നീഡ് ടു രജിസ്റ്റർ GST. എന്നിട്ട് ആ പാർട്ടി എന്ത് ചെയ്യണം? GST രജിസ്റ്റർ വേറെ GST രജിസ്റ്റർ ചെയ്യണം. മറ്റെന്താ there is any change in the constitution of business. ബിസിനസ്സിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ. നാലാമത്താണ് ടേൺ ഓവർ ഈസ് നോട്ട് മോർ ദാൻ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ്. അതായത് 40 ലക്ഷം ഉണ്ട്, 20 ലക്ഷം ഉണ്ട്, 20 ലക്ഷം 10 ലക്ഷം എന്നൊക്കെ പറയുന്ന പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് ഇല്ലേ, അതിനേക്കാൾ കുറവാണെങ്കിൽ, അതിനേക്കാൾ കൂടിയാലല്ലേ ഇപ്പോൾ പ്രശ്നമുള്ളൂ, രജിസ്റ്റർ ചെയ്യേണ്ടുള്ളൂ. കുറവാണെങ്കിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് ക്യാൻസലും ചെയ്യാം. ഓക്കെ, രണ്ടാമതായി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ് ക്യാൻസലേഷൻ ബൈ GST ഓഫീസർ. ചില സാഹചര്യങ്ങളിൽ GST രജിസ്റ്റർ ചെയ്തത് GST ഓഫീസർ തന്നെ എന്ത് ചെയ്യും? അവരുടെ സ്വന്തം താല്പര്യപ്രകാരം അതെന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. അതിനെന്ത് ചെയ്യുന്നില്ല? രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ലീഗൽ IAS ഒന്നും അവിടെ എന്ത് ചെയ്യുന്നില്ല? റിക്വസ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല. ഈ GST ഓഫീസർ തന്നെ എന്ത് ചെയ്യും? GST രജിസ്റ്റർ ചെയ്തത് ക്യാൻസൽ ചെയ്യും. അതിൻ്റെ സാഹചര്യങ്ങളിലാണ് പറയുന്നത്. സെക്ഷൻ 29 സബ്സെക്ഷൻ 2 ക്യാൻസലേഷൻ ബൈ GST ഓഫീസർ പറയുന്നത്. സെക്ഷൻ 29 സബ്സെക്ഷൻ 2. അവിടെയും 5 കേസസ് ആണ് പറയുന്നത്. ഇതിലേതെങ്കിലും ഒരു കേസിലാണെങ്കിൽ തന്നെ എന്ത് ചെയ്യും? GST രജിസ്റ്റർ ചെയ്തത് GST ഓഫീസർ ക്യാൻസൽ ചെയ്യും. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്,
if the registered person violated any GST provisions or laws, GST പ്രൊവിഷൻസോ അല്ലെങ്കിൽ GST ലോസോ എന്ന് പറഞ്ഞിട്ടുള്ള നിഷ്കർഷിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇദ്ദേഹം ഈ രജിസ്റ്റേർഡ് പേഴ്സൺ അനുസരിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ നിയമത്തിന് എതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചാൽ, GST പ്രൊവിഷൻസിനും ലോസിനും എതിരായിട്ട് ഈ വ്യക്തി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ GST രജിസ്ട്രേഷൻ GST ഓഫീസർ ക്യാൻസൽ ചെയ്യും. രണ്ടാമത്തത്, എ കോമ്പോസിഷൻ രജിസ്റ്റേർഡ് പേഴ്സൺ who have not filed return for 3 consecutive quarters. കോമ്പോസിഷൻ രജിസ്റ്റേർഡ് പേഴ്സൺ നമ്മൾ പറഞ്ഞതാണ് കോമ്പോസിഷൻ ലെവി എന്താണെന്നൊക്കെ. അത്തരത്തിലുള്ള അതിനു വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കോമ്പോസിഷൻ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ അവർ 3 ക്വാർട്ടർ തുടർച്ചയായിട്ട്, ഇതാണ് 3 കോൺസിക്യൂട്ടീവ് ക്വാർട്ടേഴ്സാണ്, തുടർച്ചയായിട്ട് 3 ക്വാർട്ടേഴ്സിൽ റിട്ടേൺ ഫയൽ ചെയ്തില്ല എങ്കിൽ, എന്ത് ചെയ്യും? അവരുടെ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യും. കോമ്പോസിഷൻ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ 3 തുടർച്ചയായുള്ള കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്തില്ല എങ്കിൽ അവരുടെ GST രജിസ്ട്രേഷൻ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. മൂന്നാമത്തത്, നോർമൽ രജിസ്റ്റേർഡ് പേഴ്സൺ who have not filed a tax return for 6 consecutive months. തുടർച്ചയായ 6 മാസം സാധാരണ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പേഴ്സൺ GST റിട്ടേൺ ഫയൽ ചെയ്തില്ല എങ്കിൽ അവരുടെ രജിസ്ട്രേഷൻ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. നോർമൽ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ 6 തുടർച്ചയായിട്ടുള്ള 6 മാസങ്ങളിൽ GST റിട്ടേൺ ഫയൽ ചെയ്തില്ല എങ്കിൽ എന്ത് ചെയ്യും? GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യും. നാലാമത്തെ കേസ് ഇതാണ്, വളണ്ടറി രജിസ്റ്റേർഡ് പേഴ്സൺ who has not commenced any business within 6 months from the date of registration. നമ്മൾ പറഞ്ഞതാണ് വളണ്ടറി രജിസ്ട്രേഷൻ, അതായത് ത്രെഷോൾഡ് ലിമിറ്റിനേക്കാൾ താഴെ ആയിട്ട് പോലും അവർ സ്വമേധയാ GST രജിസ്റ്റർ ചെയ്യുന്നവരാണ് എന്ത് പറയാ? വളണ്ടറി രജിസ്ട്രേഷൻ എന്ന് പറയാം. ഇങ്ങനെ ഒരാൾ എന്ത് ചെയ്തു? വളണ്ടറി രജിസ്ട്രേഷൻ രജിസ്റ്റർ ചെയ്തു. പക്ഷെ അദ്ദേഹം ഈ രജിസ്റ്റർ ചെയ്തിട്ടും 6 മാസമായിട്ട് പോലും എന്ത് ചെയ്തില്ല? അയാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തില്ല. ഓക്കെ, അതായത് ഡിസംബർ 31 അദ്ദേഹം രജിസ്റ്റർ ചെയ്തു, ജൂൺ 30 വരെ എന്ത് ചെയ്തു? നോക്കി ഇയാൾ ബിസിനസ് തുടങ്ങുന്നുണ്ടോ? ഇയാൾ ബിസിനസ് തുടങ്ങിയില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ GST രജിസ്ട്രേഷൻ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. അതായത് വളണ്ടറി രജിസ്റ്റർ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. വളണ്ടറി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരിക്കണം. ഇവിടെ 6 മാസത്തിനുള്ളിൽ ബിസിനസ് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ GST ഓഫീസർ ആ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യും. അതാണ് നാലാമത്തെ കേസ്. അഞ്ചാമത്തെ കേസ് ഇതാണ്, ഇഫ് രജിസ്ട്രേഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഫ്രോഡ് മെത്തേഡ്. എന്തെങ്കിലും കള്ളത്തരൊക്കെ പറഞ്ഞുകൊണ്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, മിസ്റ്റേക്സും അല്ലെങ്കിൽ എന്തെങ്കിലും പൊള്ളയായ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്തെങ്കിലും തരത്തിലുള്ള GST രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളതെങ്കിൽ അവരും എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് നിങ്ങൾ ക്യാൻസലേഷൻ ബൈ GST ഓഫീസിൽ പഠിക്കേണ്ടത്. ഒന്നാമത്തത്, GST ലോ അല്ലെങ്കിൽ GST പ്രൊവിഷൻസ് ലംഘിക്കുകയാണെങ്കിൽ GST രജിസ്ട്രേഷൻ GST ഓഫീസർ ക്യാൻസൽ ചെയ്യും. രണ്ടാമത്തത്, കോമ്പോസിഷൻ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ 3 കോൺസിക്യൂട്ടീവ് ക്വാർട്ടേഴ്സിൽ തുടർച്ചയായിട്ട് GST റിട്ടേൺ ഫയൽ ചെയ്തില്ല എങ്കിൽ, കോമ്പോസിഷൻ രജിസ്റ്റേർഡ് പേഴ്സൺ 3 തുടർച്ചയായിട്ടുള്ള ക്വാർട്ടേഴ്സിൽ GST ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ, നോർമൽ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ 6 കോൺസിക്യൂട്ടീവ് മന്ത്സ് റിട്ടേൺ ഫയൽ ചെയ്തില്ല, എന്നിട്ട് തുടർച്ചയായിട്ടുള്ള 6 മാസം റിട്ടേൺ ഫയൽ ചെയ്തില്ല എങ്കിൽ അത് ക്യാൻസൽ ചെയ്യും. പിന്നെ വളണ്ടറി രജിസ്റ്റർ ചെയ്ത ആളുകൾ 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും ക്യാൻസൽ ചെയ്യും. ലാസ്റ്റാണ്, ഏതെങ്കിലും ഫ്രോഡ് മെത്തേഡിലൂടെയാണ് ഇവർ GST രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളതെങ്കിൽ അതും എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. അപ്പോൾ 2 വിധത്തിൽ നമ്മൾ പഠിച്ചു. ഹിംസെൽഫ് രജിസ്റ്റേർഡ് പേഴ്സൺ ഹിംസെൽഫ് പഠിച്ചു, അതോടൊപ്പം തന്നെ ക്യാൻസലേഷൻ ബൈ GST ഓഫീസർ പഠിച്ചു. ഇനി മൂന്നാമത്തെ ആളുകളാണ് ക്യാൻസലേഷൻ ബൈ ലീഗൽ അയേഴ്സ് ഓഫ് രജിസ്റ്റേർഡ് പേഴ്സൺ. രജിസ്റ്റേർഡ് പേഴ്സൻ്റെ അനന്തരാവകാശികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രജിസ്റ്റേർഡ് പേഴ്സൺ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക? ഈ അനന്തരാവകാശം ലീഗൽ അയേഴ്സ് GST ഓഫീസർക്ക് ഒരു അപ്ലിക്കേഷൻ കൊടുക്കും. ഇന്ന ആളിങ്ങനെ മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ GST രജിസ്ട്രേഷൻ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണമെന്ന് പറയും. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യും. അത് തന്നെയാണ് അതിൽ എന്താണ്, വേറെ കാരണങ്ങളൊന്നുമില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അയാൾ മരിച്ചു തന്നെയാണ് അതിൻ്റെ കാരണം. ഓക്കെ, അപ്പോൾ ദ ലീഗൽ അയേഴ്സ് ഓഫ് രജിസ്റ്റേർഡ് പേഴ്സൺ ക്യാൻ ബി റിക്വസ്റ്റ്
ക്യാൻസലേഷൻ ത്രൂ ആൻ അപ്ലിക്കേഷൻ ഇൻ കേസ് ഓഫ് ഡെത്ത് ഓഫ് ദി പേഴ്സൺ. രജിസ്റ്റേർഡ് പേഴ്സൺ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിൻ്റെ ലീഗൽ അയേഴ്സിന് GST ഓഫീസർക്ക് ഒരു അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, അയാൾ മരിച്ചതുകൊണ്ട് എന്ത് ചെയ്യണം? ആ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണം. ലീഗൽ അയേഴ്സിന് എന്ത് ചെയ്യണം? ആ ലീഗൽ അയേഴ്സ് അവർ പാർട്ടീഷൻ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവർക്ക് അവരുടെ പേരിൽ GST രജിസ്ട്രേഷൻ വേറെ എടുക്കാം, ഇയാളെ പേരിൽ നിന്ന് ഒഴിവാക്കണം എന്ന് മാത്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 തരത്തിലാണ് ക്യാൻസലേഷൻ വരിക. അതോടൊപ്പം തന്നെ റിവോക്കേഷൻ ക്യാൻസലേഷനിലെ കാര്യങ്ങൾ ഇതിൽ ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.